വ്യാസമഹർഷി യുധിഷ്ഠിര മഹാരാജാവിന് മരുത്തന്റെ കഥ വർണ്ണിച്ചു കൊടുത്തത് നമുക്ക് കേൾക്കാം. ദക്ഷപ്രജാപതിക്ക് ദേവന്മാരും അസുരന്മാരുമായി അനേകം മക്കളുണ്ടായിരുന്നു. അവർ പരസ്പരം സ്പർദ്ധയിലാണ് ജീവിച്ചു പോന്നത്. അംഗിരസിന് തുല്യശക്തരായ 2 മക്കളുണ്ടായി, ബൃഹസ്പതിയും സംവർത്തനും. 2 സഹോദരന്മാരും തമ്മിൽ ഭയങ്കര മത്സരമായിരുന്നു. സംവർത്തനെ ബൃഹസ്പതി എപ്പോഴും ദ്രോഹിച്ചു പോന്നു. ജ്യേഷ്ഠന്റെ ശല്യം സഹിക്കവയ്യാതായപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് സംവർത്തൻ ദിഗംബരനായി കാട്ടിലേക്ക് പോയി. ആ സമയത്ത് വാസവൻ അസുരന്മാരെയെല്ലാം തോൽപ്പിച്ച് ഇന്ദ്രത്വം നേടിയിരുന്നു. അദ്ദേഹം അംഗിരസിന്റെ മൂത്തപുത്രനായ ബൃഹസ്പതിയെ പുരോഹിതനായി നിയമിച്ചു. മഹാനായ കരന്ത മഹാരാജാവിന്റെ പുരോഹിതനായിരുന്നു അംഗിരസ്. കരന്തൻ ഇന്ദ്രനെ പോലെ ഓജസ്വിയും ധർമാത്മാവുമായിരുന്നു. അദ്ദേഹം തനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ധ്യാനശേഷം ഒറ്റ ഊത്തുകൊണ്ട് നിർമ്മിച്ചിരുന്നു. വാഹനങ്ങൾ, യോദ്ധാക്കൾ, സുഹൃത്തുക്കൾ, വിലപിടിച്ച സുന്ദരമായ കുടിലുകൾ, മെത്തകൾ എന്നിവയൊക്കെ അദ്ദേഹം ഏകാഗ്രതയോടെ ധ്യാനിച്ച് ഊതിയാൽ എല്ലാം ഒന്നിച്ച് അവിടെ അണിനിരക്കുമായിരുന്നു. അദ്ദേഹം സകല രാജാക്കന്മാരെയും കീഴടക്കി വളരെ കാലം സസുഖം വാണു. ഉടലോടെ സ്വർഗം പ്രാപിച്ചു. അദ്ദേഹത്തിന്റെ മകനും വലിയ ധാർമ്മികനായിരുന്നു. അച്ഛനെ പോലെ പ്രസിദ്ധി നേടി അദ്ദേഹം രാജ്യം ഭരിച്ചു. അദ്ദേഹത്തിന് ഇന്ദ്രതുല്യനായ ഒരു മകൻ ജനിച്ചു. വീരനായ അയാൾ മരുത്തൻ എന്ന പേരിൽ പ്രസിദ്ധനായി. മരുത്തനും ദേവേന്ദ്രനും എന്നും പ്രശസ്തിക്ക് വേണ്ടി മത്സരിച്ചുകൊണ്ടേയിരുന്നു. വിശുദ്ധനും സൽഗുണസമ്പന്നനുമായ മരുത്തനെ കവച്ചു വെക്കാൻ ഇന്ദ്രന് കഴിഞ്ഞില്ല. ഒരു ദിവസം ബൃഹസ്പതിയെ വിളിച്ച് ഇന്ദ്രൻ ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ബൃഹസ്പതി, എനിക്ക് ഇഷ്ടം ചെയ്യാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങ് മരുത്തിന് ദൈവകർമ്മങ്ങളും പിതൃകർമ്മങ്ങളും ചെയ്യരുത്. ഞാൻ 3 ലോകത്തിന് മാത്രമല്ല, എല്ലാ ദേവകൾക്കും നാഥനായ ഇന്ദ്രനാണ്. ഇന്ദ്രത്വം നേടിയ ഞാനും മരുത്തനും ഒരുപോലെയല്ല. അവൻ വെറും ഒരു പൂപാലൻ. ഭഗവാൻ എനിക്ക് വേണ്ടി യജ്ഞം ചെയ്ത ശേഷം മരുത്തിനു വേണ്ടി യജിക്കരുത്. 2 വഞ്ചിയിലും കാലിടുന്നത് നല്ലതല്ല. ഒന്നുകിൽ എന്നെ സ്വീകരിക്കുക, അല്ലെങ്കിൽ എന്നെ വിട്ട് അവനെ സ്വീകരിക്കുക. ഇന്ദ്രന്റെ പൗരോഹിത്യം വിട്ട് ഒരു മർത്യന് യജ്ഞം നടത്താൻ താൻ ഒരിക്കലും പോകില്ലെന്ന് ബൃഹസ്പതി വാക്കുകൊടുത്തപ്പോൾ ഇന്ദ്രന് സമാധാനമായി. ബൃഹസ്പതി ഇന്ദ്രനുമായി കരാറുണ്ടാക്കിയെന്ന് മരുത്തൻ അറിഞ്ഞെങ്കിലും അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. അയാൾ മുമ്പ് ബൃഹസ്പതിയുമായി തീരുമാനിച്ചിരുന്ന പ്രകാരം ഗംഭീരമായ ഒരു യജ്ഞം നടത്താൻ പരിപാടിയിട്ടു. പിന്നീട് ബൃഹസ്പതിയുടെ അടുത്ത് ചെന്ന് യജ്ഞത്തിനുള്ള സാമഗ്രികളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ടെന്നും വേഗം വന്ന് യജ്ഞം ആരംഭിക്കണമെന്നും അപേക്ഷിച്ചു. പക്ഷേ ദേവേന്ദ്രനുമായുള്ള ഉടമ്പടി അനുസരിച്ച് താൻ മറ്റാർക്കും വേണ്ടി യജിക്കുകയില്ലെന്നും ബൃഹസ്പതി അറിയിച്ചു. യജ്ഞത്തിന് മറ്റാരെയെങ്കിലും നോക്കിക്കൊള്ളുവാൻ അദ്ദേഹം പറഞ്ഞപ്പോൾ നിരാശനായി മരുത്തൻ മടങ്ങി. അങ്ങനെ വിഷാദിച്ചു പോരുന്ന രാജാവിനെ വഴിയിൽ വെച്ച് നാരദ മഹർഷി കണ്ടു. അപ്പോൾ ഉണ്ടായ വിവരങ്ങളെല്ലാം അവൻ ദുഃഖത്തോടെ മഹർഷിയോട് വിവരിച്ചു കൊടുത്തു. ബൃഹസ്പതി തന്നെ നിഷ്കരണം ഉപേക്ഷിച്ചതിനാൽ താൻ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് രാജാവ് പറഞ്ഞു. മഹർഷി അവനെ ആശ്വസിപ്പിച്ചു. ഒരു പോംവഴി കാണിച്ചു കൊടുത്തു. അംഗിരസിന്റെ മറ്റൊരു പുത്രനായ സംവർത്തൻ മഹാധാർമ്മികനാണ്. അവൻ ദിഗംബരനായി എല്ലാ ദിക്കിലും ചുറ്റിക്കറങ്ങുകയാണ്. അവനെ കൊണ്ട് ബൃഹസ്പതിക്ക് പകരം യജ്ഞം ചെയ്യിക്കുക. അത് കേട്ടപ്പോൾ രാജാവ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവനെ എങ്ങനെയാണ് കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവരികയെന്ന് മരുത്തൻ ചോദിച്ചപ്പോൾ അതിനുള്ള മാർഗവും നാരദൻ പറഞ്ഞു കൊടുത്തു. അവനൊരു ഭ്രാന്തന്റെ വേഷത്തിൽ വാരണാസിയിൽ ശിവനെ കാണുവാനായി ചുറ്റിക്കറങ്ങുന്നുണ്ട്. ആ പുരത്തിന്റെ പ്രവേശനത്തിൽ ഒരു ശവം കൊണ്ടിന്ന് വെക്കുക. അത് കണ്ട് ഏത് വ്യക്തിയാണോ ഒഴിഞ്ഞ് ഓടിപ്പോകുന്നത് അവൻ സംവർത്തനായിരിക്കും. അപ്പോൾ അവന്റെ പിന്നാലെ പോയി അങ്ങല്ലാതെ എനിക്ക് മറ്റൊരാശ്രയവുമില്ല എന്ന് പറയണം. നിന്നോട് ആര് പറഞ്ഞു എന്നെപ്പറ്റി
എന്ന് ചോദിച്ചാൽ നാരദൻ പറഞ്ഞതാണ് എന്ന് പറയണം. നാരദനിൽ നിന്ന് എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ രാജാവ് സസന്തോഷം അവനെ വണങ്ങി നേരെ വാരണാസിയിലേക്ക് പോയി. നാരദൻ പറഞ്ഞ അനുസരിച്ച് പുരത്തിന്റെ കാവാടത്തിൽ ഒരു ശവം കൊണ്ടുവച്ചു. ഒരു വിപ്രൻ ആ ശവത്തെ സൂക്ഷിച്ചു നോക്കിയ ശേഷം പിന്മാറുന്നത് രാജാവ് കണ്ടു. അദ്ദേഹം അവനെ പിന്തുടർന്നു ചെന്ന് താൻ മഹർഷിയുടെ ശിഷ്യനാകുവാൻ ആഗ്രഹിക്കുന്നു എന്നറിയിച്ചു. അപ്പോൾ അവൻ രാജാവിനെ കാർക്കിച്ചു തുപ്പി. എല്ലാം സഹിച്ചുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്നപേക്ഷിച്ച് അവൻ ബ്രാഹ്മണന്റെ പിന്നാലെ നടന്നു. കുറെ നടന്നപ്പോൾ സംവർത്തൻ തളർന്ന മട്ടിൽ ഒരു ആൽച്ചുവട്ടിലിരുന്നു. സംവർത്തൻ: എന്നെ നീ എങ്ങനെ അറിഞ്ഞു? ആരാണ് നിനക്ക് എന്നെ പറഞ്ഞു തന്നത്? സത്യം പറഞ്ഞാൽ നിനക്ക് വിചാരിച്ച മാതിരിയെല്ലാം നടക്കും. നുണയാണ് പറയുന്നതെങ്കിലോ നിന്റെ തല 6 കഷ്ണമായി തകർന്നു പോകും. മരുത്തനപ്പോൾ നാരദൻ പറഞ്ഞ മാതിരിയെല്ലാം അവനോട് പറഞ്ഞു. സത്യം പറഞ്ഞതിൽ ബ്രാഹ്മണൻ സന്തുഷ്ടനായി. സംവർത്തൻ: ഞാനൊരു വാതരോഗിയാണ്. എന്നെക്കൊണ്ട് അങ്ങ് യാഗം ചെയ്യിക്കാൻ വിചാരിക്കുന്നത് വിചിത്രമായിരിക്കുന്നു. എന്റെ ജ്യേഷ്ഠൻ മഹായോഗ്യനാണ്. അദ്ദേഹത്തോട് പറയൂ. അദ്ദേഹം വേണ്ട മാതിരി ക്രിയ ചെയ്യും. എന്റേതായ എല്ലാം അവൻ എന്നിൽ നിന്ന് തട്ടിയെടുത്തു. എന്റെ ദേഹം മാത്രമേ അവൻ വിട്ടു തന്നുള്ളൂ. അദ്ദേഹത്തിന്റെ സമ്മതം കൂടാതെ അങ്ങയെ ഞാൻ ഒരിക്കലും യജിപ്പിക്കുകയില്ല. രാജാവേ, അങ്ങ് ഉടനെ പോയി ബൃഹസ്പതിയെ കണ്ട് സമ്മതം വാങ്ങൂ. എന്നിട്ട് വരൂ. അതിനുശേഷം അങ്ങയെ ഞാൻ യജിപ്പിക്കാം. താൻ ആദ്യമേ ബൃഹസ്പതിയെ ചെന്ന് കണ്ടതും അദ്ദേഹം ഇന്ദ്രന്റെ പ്രേരണയിൽ തന്റെ അഭ്യർത്ഥന നിരസിച്ചതും മറ്റും സംവർത്തനം വിരസിച്ചു കൊടുത്തു. അങ്ങനെ അതെല്ലാം വിവരിച്ചത് കേട്ട് വീണ്ടും ബൃഹസ്പതിയുടെ അടുത്ത് നാണം കെട്ട് ചെല്ലാൻ തോന്നുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഭംഗിയായി നടത്തിക്കൊടുക്കാമെന്ന് സംവർത്തൻ അദ്ദേഹത്തിന് വാക്കുകൊടുത്തു. ആ യജ്ഞം ചെയ്താൽ അമിതമായ ധനം വന്നു ചേരുമെന്ന് മാത്രമല്ല, ദേവേന്ദ്രനെ പോലും കീഴിലാക്കാൻ രാജാവിന് കഴിയുമാറാകുമെന്നും പറഞ്ഞു. പിന്നീട് സംവർത്തൻ ഉപദേശിച്ച മഹാസ്തുതിയാൽ ശിവൻ പ്രീതനായി മരുത്തിന് ധാരാളം ധനം നൽകി. ശില്പികളെ വരുത്തി അവൻ സ്വർണം കൊണ്ട് അനേകം പാത്രങ്ങൾ നിർമ്മിച്ചു. ബൃഹസ്പതി ഈ വിവരമെല്ലാം കേട്ട് അസൂയപ്പെട്ട് ദുഃഖിച്ച് കിടപ്പായി. അതറിഞ്ഞ് ദേവേന്ദ്രൻ ചെന്ന് പലതും പറഞ്ഞു. ആചാര്യനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. ഒടുവിൽ ഇന്ദ്രൻ അഗ്നിയെ വിളിച്ച് ബൃഹസ്പതിയെ യജ്ഞം നടത്താൻ വിടാമെന്ന് മരുത്തിനെ അറിയിക്കാനായി വിട്ടു. അഗ്നി യജ്ഞശാലയിലെത്തി ബൃഹസ്പതിക്ക് വേണ്ടി ഇന്ദ്രൻ കൊടുത്തയച്ച സന്ദേശം അറിയിച്ചു. തന്റെ യജ്ഞം സംവർത്തൻ തന്നെ നടത്തിക്കൊള്ളുമെന്ന് രാജാവ് ഉടനെ മറുപടി നൽകി. ദേവേന്ദ്രനെ യജിപ്പിക്കുന്ന യോഗ്യൻ മർത്യനെ യജിപ്പിച്ചാൽ അത് ഭംഗിയാവുകയില്ല എന്ന് കളിയാക്കിക്കൊണ്ട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ബൃഹസ്പതിയെ കൊണ്ട് യജിപ്പിച്ചാൽ രാജാവിന് ദേവലോകം മുഴുവൻ നേടുവാൻ കഴിയുമെന്ന് അഗ്നി പറഞ്ഞു. അപ്പോൾ കോപത്തോടെ സംവർത്തൻ നിന്ന് വിറച്ചു. സംവർത്തൻ: അല്ലയോ അഗ്നി, ഭവാൻ ഈ കാര്യത്തിന് ഇനി ദൂതനായി വരരുത്. ഈ വാക്ക് കേട്ടപ്പോൾ തന്നെ എനിക്ക് ദേഷ്യം കൊണ്ട് കലി കയറുകയാണ്. ഒറ്റ നോട്ടത്തിൽ നിന്നെ ഞാൻ ചുട്ടുകളയും. അഗ്നി, നീ എന്റെ മുന്നിൽ നിന്ന് പോയിക്കൊള്ളുക. അത് കേട്ട ആരില പോലെ വിറച്ചുകൊണ്ട് അഗ്നി പേടിച്ചോടി. ഇന്ദ്രനെ വിവരങ്ങളെല്ലാം അവൻ ഉണ്ടായതുപോലെ ധരിപ്പിച്ചു. അഗ്നിയോട് ഒന്നുകൂടി പോയി ശ്രമിച്ചു നോക്കുവാൻ ഇന്ദ്രൻ ആവശ്യപ്പെട്ടു. പക്ഷെ ഭയപ്പെട്ട അവൻ അതിന് തയ്യാറായില്ല. ഇന്ദ്രൻ: എടോ അഗ്നി, നീ മറ്റുള്ളവരെ ചുടുന്നവനല്ലേ? നിന്റെ ചുട്ടുഭസ്മമാക്കാൻ ആർക്ക് കഴിയും? ഇത്രയധികം നീ ഭയപ്പെടുന്നു എന്ന് കേട്ടാൽ ലോകത്തുള്ളവർ ആരും വിശ്വസിക്കുകയില്ല. അഗ്നി: അല്ലയോ ദേവേന്ദ്ര, വിണ്ണും ഭൂമിയും എല്ലാം നീ വ്യാപിക്കുന്നവനല്ലേ? അങ്ങനെയുള്ള നിന്നിൽ നിന്ന് പണ്ട് വൃതാസുരൻ എങ്ങനെയാണ് സ്വർഗം തട്ടിയെടുത്തത്? അങ്ങനെ ഓരോന്ന് പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരുന്നതല്ലാതെ അഗ്നി വീണ്ടും മരുത്തന്റെ അടുത്തേക്ക് പോകാൻ തയ്യാറായില്ല. അപ്പോൾ ധൃതരാഷ്ട്രൻ എന്നൊരു ഗന്ധർവനെ വിളിച്ച് തന്റെ ദൂതനായി പോകുവാൻ ഇന്ദ്രൻ ആവശ്യപ്പെട്ടു. രാജാവ് ബൃഹസ്പതിയെ ഗുരുവായി സ്വീകരിച്ചില്ലെങ്കിൽ ഇന്ദ്രൻ അവന് നേരെ വജ്രാസ്ത്രം പ്രയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്താനും മറന്നില്ല. ധൃതരാഷ്ട്രൻ ചെന്ന് മരുത്തനോട് അപ്രകാരം അറിയിച്ചു. ഇന്ദ്രനെ ഭീഷണിയിൽ രാജാവ് പേടിക്കേണ്ടെന്നും
അവന്റെ വജ്രായുധത്തെയും ജലപ്രവാഹത്തെയും താൻ സ്തംഭിപ്പിക്കുന്നതാണെന്നും സംവർത്തൻ ഉറപ്പുകൊടുത്തു. ഒടുവിൽ രാജാവിന്റെ ആഗ്രഹമനുസരിച്ച് സംവർത്തൻ മന്ത്രശക്തിയാൽ ഇന്ദ്രനെയും ദേവന്മാരെയും യജ്ഞശാലയിൽ വരുത്തി. സംവർത്തൻ സസന്തോഷം അവരെ സ്വീകരിച്ചിരുത്തി. സംവർത്തൻ: അല്ലയോ ദേവരാജാവേ, ഭവാൻ ഞങ്ങളിൽ പ്രീതനാണെങ്കിൽ ഈ യജ്ഞത്തിനു വേണ്ട വിധികളെല്ലാം പറഞ്ഞു തന്നു പ്രവർത്തിച്ചാലും, ദേവന്മാർക്കുള്ള വിഹിതം അങ്ങ് തന്നെ വെച്ചാലും, അങ്ങനെ ലോകമൊട്ടുക്കും അറിയട്ടെ ഈ യജ്ഞം ഭവാനാണ് ചെയ്യിച്ചതെന്ന്. അപ്പോൾ ഇന്ദ്രൻ അവിടെ മനോഹരമായ ഒരു യജ്ഞശാല നിർമ്മിച്ചു. അപ്സര സ്ത്രീകളുടെ നൃത്തത്താൽ അവിടം ദേവലോകത്തിന് തുല്യമായി തീർന്നു. സംവർത്തന്റെ പൂജയേറ്റ് ദേവന്മാരെല്ലാം പ്രീതരായി സോമപാനം ചെയ്തു. അതിനുശേഷം സംതൃപ്തരായി അവർ ദേവലോകത്തേക്ക് തിരിച്ചുപോയി. താൻ നേടിയ സ്വർണമൊക്കെ രാജാവ് ഒരിടത്ത് കൂട്ടി. ഖജനാവ് ധനം കൊണ്ട് നിറഞ്ഞു. വ്യാസൻ: അല്ലയോ യുധിഷ്ഠിര, ആ ധനമൊക്കെ കിടപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അത് കൊണ്ടുവന്ന് ഭവാൻ യജ്ഞം നടത്തുക, ദേവന്മാർക്ക് തൃപ്തി നൽകുക. അപ്രകാരം ആ ധനം കൊണ്ടുവന്ന് അശ്വമേധയാഗം നടത്തുവാൻ യുധിഷ്ഠിരൻ തീരുമാനിച്ചു.